കേരളം പിറന്നിട്ട് 69 വർഷങ്ങളായി. ഇത്രയും കാലയളവിനുള്ളിൽ നമ്മുടെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ടാകാത്ത വിധത്തിൽ അസൂയാവഹമായ മുന്നേറ്റങ്ങൾ നമുക്കുണ്ടായോ? ഇപ്പം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മളൊരു പ്രഖ്യാപനം കൂടി നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ് മാഷ് ഇതിനെ വിലയിരുത്തുക? 69 വർഷങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ മാറ്റങ്ങൾ ഗുണകരമായ മാറ്റങ്ങൾ മാത്രമല്ല, ഗുണകരമല്ലാത്ത മാറ്റങ്ങളും ധാരാളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമായി തീരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം തന്നെയാണ്. ശ്രീനാരായണ ഗുരു കേരള ജനതയോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് സമ്പന്നരാവാനായിരുന്നു. അത് കേരളത്തിന് ഉള്ള ഒരു സന്ദേശമായിരുന്നു. കേരളം വിദ്യ കൊണ്ട് സമ്പന്നരായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിദ്യ കൊണ്ട് സമ്പന്നരായി എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് എത്രയോ ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആ മൈഗ്രേറ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, വിദ്യാഭ്യാസം കൊണ്ട് തൊഴിൽ നേടുന്നതിന് കൂടിയാണ്. അങ്ങനെ പോകാനായിട്ടുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടായത് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വ്യാപകമായി തന്നെ വികസിച്ചു എന്നുള്ളതാണ്. അതിൽ പലതരം കാര്യങ്ങൾ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഈ പാരലൽ കോളേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷേ പാരലൽ കോളേജ് ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ അസ്തമിച്ച് കഴിഞ്ഞ സമയം. പക്ഷേ പാരലൽ കോളേജ് കേരളത്തിന് നൽകിയ ഒരു വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, ഒട്ടുമിക്ക ആളുകളെ ഗ്രാജുവേറ്റുകളോ പോസ്റ്റ് ഗ്രാജുവേറ്റുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് ആ സംവിധാനത്തിന് കഴിഞ്ഞു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനാണ് ഈ പാരലൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ പോലും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒന്നാണ് പാരലൽ കോളേജ്. അവിടെ ഈ നക്സലേറ്റ് ഗ്രൂപ്പുകളും കവികളും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും ഒക്കെ ഒരുമിച്ച് ചേർന്ന് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലമുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൻ്റെ സാംസ്കാരിക മുഖം പോലുമായിരുന്നു ഈ പാരലൽ കോളേജ് എന്ന് പറയും. അങ്ങനെ വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കി മാറ്റുന്നതിൽ നമുക്ക് വലിയ പങ്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, വിദ്യാഭ്യാസം ഇങ്ങനെ സാർവത്രികമാകുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയം കലരുകയും അതിൻ്റെ ഫലമായി രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയം, അത് കലർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയത്തിൻ്റെ ആധിപത്യം, അതുവഴിയുള്ള നിയമനങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ സമയത്ത് സംഭവിച്ച ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ പങ്കെന്ന് പറയുന്നത് നമുക്കങ്ങനെ വലിയ തരത്തിൽ ആരുടെയും മുന്നിൽ എടുത്തു കാണിക്കാവുന്ന തരത്തിലുള്ളതായി മാറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് മോശമായിപ്പോയി എന്ന് കരുതുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം അവിടെയൊക്കെ നല്ല രീതിയിൽ കക്ഷി രാഷ്ട്രീയം കടന്നു വന്ന് അവിടുത്തെ നിയമനങ്ങൾ, വൈസ് ചാൻസലർ അടക്കമുള്ളതായിട്ടുള്ള ആളുകളെ നിയമിക്കുന്നതിലൊക്കെ ഈ രാഷ്ട്രീയ ചേരിതിരിവുകൾ വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറി. കേരളത്തിൽ മാത്രമാണോ അതെന്ന് ചോദിച്ചാൽ അല്ല, എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയം നമ്മൾ അത്തരം മേഖലകളിൽ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയം നമുക്ക് മറ്റു പല മേഖലകളിലും വലിയ മെച്ചങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ആണ്. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു സംഘാതമാണ് നമ്മളുടെ ഇന്നത്തെ വളർച്ചയുടെ അവസ്ഥ എന്നുള്ള. ആരോഗ്യരംഗത്തൊക്കെ നമുക്ക് നമ്മുടെ സൂചിക എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഉയർന്ന തലത്തിൽ നമുക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളതും ഈ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 69 വർഷം കഴിഞ്ഞ് ഇതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള പാകപ്പിഴകൾ തീർച്ചയായിട്ടും നമുക്ക് അത് പരിശോധിച്ച് മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഇന്ന് കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് കൃത്യമായിട്ട് വായിക്കാനും എഴുതാനും അറിയാവുന്ന തരത്തിൽ അവരെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ചട്ടക്കൂട് യഥാർത്ഥത്തിൽ നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളാണ്. നമ്മളുടെ ഒരു സ്കൂൾ എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. സർക്കാർ സ്കൂൾ പോലും വളരെ മികച്ചതും അതേപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ളതായിട്ട് മാറ്റി തീർക്കുന്നതിലേക്ക് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടിയുടെ ഒരു കണ്ടൻറ്റിൽ നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി പുറത്തു വരുന്ന സമയത്ത് ആ കുട്ടിയെ സ്കൂൾ എങ്ങനെയാണ്
പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പാകപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതിൽ നമുക്ക് പോരായ്മ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ടെക്നോളജിയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലായിക്കോട്ടെ നമ്മൾ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കിലും കേരളത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് അടുത്ത കാലത്തായിട്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ തിരുവല്ല പോലെയുള്ള അല്ലെങ്കിൽ ഈ കുമ്പനാട് പോലെയുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നേഴ്സിങ്ങോ മറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുന്നു. അവിടുത്തെ വീടുകളിലൊക്കെ പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കേരളത്തിലൊരു ട്രെൻഡായിട്ട് മാറി. ഇവിടെ പഠിച്ചിരിക്കുന്ന ആദ്യത്തെ വിദ്യാർത്ഥി ഒരു 10ാം ക്ലാസ് +2 കഴിയുമ്പോഴത്തേക്കും ജർമ്മൻ പഠിക്കുന്നു, ഫ്രഞ്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ പഠിച്ചിട്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ വലിയ തോതിൽ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് അങ്ങനെ പോകുന്നവർ ആ ജീവിതകാലം മുഴുവൻ അവിടെ ജോലി ചെയ്താലും ഈ ബാങ്കിൻ്റെ കടം അടച്ചു തീർക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ട് ഗുണമോ ദോഷമോ? അല്ല, നമുക്ക് പറ്റിയ നമ്മുടെ പോരായ്മകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഇതൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ്. കേരളം ജീവിക്കാനായിട്ട് നല്ലതല്ല എന്ന് തോന്നുകയും ജീവിക്കാൻ നല്ലത് വിദേശ രാജ്യങ്ങളാണ്, കാനഡയാണ്, അല്ലെങ്കിൽ ആസ്ട്രേലിയയാണ്, അല്ലെങ്കിൽ അമേരിക്കയാണ്, അല്ലെങ്കിൽ ഇറ്റലിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടനാണ് എന്ന് പറയുന്ന തോന്നൽ ഈ അടുത്ത കാലത്ത് വികസിച്ചു വന്നിട്ടുള്ളതാണ്. അതങ്ങനെ വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെല്ലുന്ന ആളുകൾക്ക് നൽകുന്ന സൗകര്യങ്ങളാണ്. വലിയ സൗകര്യങ്ങളാണ് അവർക്കവിടെ ലഭിക്കുന്നത്. നമുക്കിവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം അവിടെ കിട്ടുന്നു, അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഈ IT മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന പല ആളുകളും IT മേഖലയിൽ നിന്ന് പുറത്താവുന്ന സമയത്ത് അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർമാരാണ് അവർ. കെയർ ടേക്കർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇവർ പ്രായമായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ IT മേഖലയിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ആ കെയർ ടേക്കർ ജോലിയിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ ജോലി ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ജീവിതം നമ്മളൊരു കരിയറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു കരിയറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകനായിട്ട് മാറുന്നു, നമ്മൾ അധ്യാപകരായിട്ട് മാറുന്നു, നമ്മൾ ഡോക്ടർമാരായിട്ട് മാറുന്നു, എഞ്ചിനീയർമാരായിട്ട് മാറുന്നു, ജഡ്ജ്, അങ്ങനെ ഓരോ മേഖലയിലേക്കും നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ഇങ്ങനെ നമുക്ക് ഒത്തിരി പേരുകളിങ്ങനെ പറയാം, വലിയ ബിസിനസ്സുകാർ. അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പോകാൻ തീരുമാനിക്കുമ്പോൾ അയാളുടെ ഈ ജോലി തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അഭിരുചികളുമായിട്ട് ഒത്തുവച്ചിട്ടാണ്. അഭിരുചിയും ജോലിയും ഒന്നായിത്തീരുന്ന സമയത്താണ് ജോബ് എന്ന് പറയുന്നത് കരിയറായി മാറുന്നത്. അങ്ങനെ കരിയറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നാണ് ഇവിടെ IT മേഖലയെ പ്രവർത്തിക്കുക ഒരാൾ വിദേശത്ത് പോയിട്ട് കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നതിൽ നമ്മൾ കാണേണ്ടത്. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ജോലി ചെയ്യുന്ന ജോലി, അതൊക്കെയാണ് നമ്മളുടെ ഒരു സ്റ്റാറ്റസ് കോ രൂപപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു അധ്യാപകൻ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്, ആ സമയത്ത് നിർമ്മിക്കപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി അല്ല അയാളൊരു രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് രൂപപ്പെടുന്നതായിട്ടുള്ള ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ പത്രപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തുള്ള ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, എല്ലാത്തിനും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള ഐഡൻറ്റിറ്റിക്ക് ഒപ്പം തൻ്റെ അഭിരുചികൾ ചേർത്ത് വെച്ച് അത് പാകപ്പെടുത്തി എടുക്കുന്ന തരത്തിൽ വിജയിക്കുമ്പോൾ മാത്രമാണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് വിജയകരമായി തീർന്നു എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ. അക്കാര്യത്തിൽ നമ്മളീ പറയുന്ന മൈഗ്രേഷൻ അവർക്ക് അങ്ങനത്തെ ഒരു വിജയം നൽകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ കരിയർ തിരഞ്ഞെടുത്തിട്ടല്ല പോകുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജനത്തിന് മുമ്പ് CPI ആയിരുന്നു ഭരിച്ചത്, പിന്നീട് CPM CPI, പിന്നീട് കോൺഗ്രസ് വരുന്നു, കുറേയധികം കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികൾ വരുന്നു, മുസ്ലിം ലീഗ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പൊതുജന സേവനമാണ് നടത്തിയിരുന്നത്. പക്ഷേ പുതുതലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് അകന്നു നിൽക്കുകയാണ്. പഴയ തലമുറ രാഷ്ട്രീയത്തിൽ കൈയിട്ട് വാരി കൂടുതൽ സമ്പാദിക്കുന്നു. അപ്പോൾ പുതിയ തലമുറയെ അതിൽ നിന്ന് അകറ്റുന്നത് ഈ ഒരു നീക്കമാണ്, അല്ലെ അവരെന്ന് പറയുന്നത് മൊത്തം അഴിമതിക്കാരെന്നുള്ള ചിന്ത. ഇപ്പോൾ രാഷ്ട്രീയം കേരളത്തിൽ, അതായത് രാഷ്ട്രീയത്തിലേക്ക് നമ്മളുടെ നേതൃത്വവും അതേപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു കാലം അതൊരു മാർജിനായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷം കഴിയുമ്പോഴാണല്ലോ നമുക്ക് കേരളപ്പിറവി ഉണ്ടാകുന്നത് ശരിക്കും. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കളെ നിർമ്മിച്ചെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. അന്ന് നിർമ്മിക്കപ്പെടുമ്പോൾ അവർക്ക് ധാർമ്മികത പ്രധാനപ്പെട്ടതായിരുന്നു. ധാർമ്മികത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ സർവ്വതും ത്യജിച്ച് പോരാടുന്ന മനുഷ്യരാണ്.
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ പോരാട്ടം നടത്തുന്ന സമയത്ത് അവരെ നയിക്കുന്നത് ധാർമ്മികതയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗാന്ധിയൊക്കെ നൽകിയ ഒരു പാഠം എന്ന് പറയുന്നത് ആ ധാർമ്മിക പാഠമാണ്. അത് പിന്നീട് കുറേ കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ അധികാരത്തിൽ വന്നു, നമ്മൾ ഭരണാധികാരികളായി മാറി. അങ്ങനെ വന്നപ്പോൾ പുതിയ തലമുറ കണ്ടത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ അധികാര കസേരയിലേക്ക് നടന്നു കയറാനുള്ള ചവിട്ടുപടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായിട്ട് രാഷ്ട്രീയം മാറിയപ്പോൾ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള കൗശലങ്ങളിൽ ഇവർ ഏർപ്പെടാൻ തുടങ്ങി. ആ കൗശലങ്ങളും കളികളും ഇവരുടെ ധാർമ്മികത അടിത്തറ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ആരുടെയും കുതികാൽ വെട്ടി അധികാരത്തിൽ കയറുക എന്ന തരത്തിലേക്ക് ഇവർ ചിന്തിക്കുകയും അതേപോലെ തന്നെ കണ്ടവൻ്റെയൊക്കെ കൈയിട്ട് വാരി തിന്നുകയും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളരുകയും വികസിക്കുകയൊക്കെ ചെയ്ത് ഒരു പശ്ചാത്തലത്തിൽ അതിന് നോക്കിക്കാണുന്നവരാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എത്രമാത്രം മോശമായിട്ടുള്ള വശങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണം എന്ന് പറയുന്നത് അവരെ സഹായിക്കാനുള്ളൊരു മനസ്സാണ്. ഇപ്പോഴൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടിയെത്തുന്ന രാഷ്ട്രീയക്കാരായിരിക്കും. ഇന്ന രാഷ്ട്രീയക്കാരെന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് മറ്റുള്ളവർ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്നതായിട്ടുള്ള ആളുകൾ. അവരാണ് ശരിക്കും സഹായഹസ്തങ്ങളെന്ന് പറയും. ആ കാഴ്ചപ്പാട് പുതിയ ചെറുപ്പക്കാർക്കില്ല. കാരണം വെച്ചാൽ അവർ ഒന്നും പ്രത്യേകിച്ച് നല്ലതായിട്ട് ഇതിനകത്ത് കണ്ടെത്തുന്നില്ല. അവരിതിനെ കരിയറായിട്ട് മുഴുവൻ ആളുകൾ കാണുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിൽ ഒരുപാട് റിസ്ക്കുകളുണ്ട്. രാഷ്ട്രീയത്തിൽ വന്നിപ്പോൾ ഒരാൾ ഒരു പ്രത്യേക അധികാര പദവിയിലൊക്കെ ഇരിക്കും, പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾ താഴേക്ക് വീണു പോകും. പാമ്പും കോണി കളിക്കുന്ന ഒരു പ്രക്രിയ അതിൻ്റെ അകത്താണ്. എന്നാൽ നമ്മളൊരു പ്രൊഫഷണലായി ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഉയർന്നു പോകും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ആകർഷണീയമായിട്ടുള്ള കാര്യമല്ലാതായി മാറി. പിന്നെ പൊതുസമൂഹം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുന്ന അംഗീകാരം വളരെ മോശമാണ്. ഇവർ കള്ളന്മാരാണ് എന്ന് പറയുന്ന ഒരു സെൻസ് പൊതുവിലുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിക്കാരും കള്ളന്മാരുമാണ്. അപ്പോൾ ഈ അഴിമതിക്കാരനെയും കള്ളനെയും നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ണുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാളായി നീ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒരു ചെറുപ്പക്കാരൻ അയാളോട് തന്നെ ചോദിക്കും. അപ്പോൾ അയാൾ പറയും, വേണ്ട, എനിക്ക് കള്ളനാവണ്ട, അഴിമതിക്കാരനാവണ്ട, അതുകൊണ്ട് ഈ മേഖലയിലേക്ക് വരണ്ട എന്ന് തീരുമാനം. എന്നാൽ കള്ളനും അഴിമതിക്കാരനും ആവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്, അതിനടുത്ത് കൂടി കയറും. അങ്ങനെ അവർക്ക് മാത്രമുള്ള ഒരു സ്ഥലമായിട്ട് ഇത് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ കേരളം ഈ 69 വർഷം കഴിയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 69 വർഷം കഴിയുമ്പോൾ കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മഹത്തായിട്ടുള്ള കാഴ്ചപ്പാടുകളാണൊക്കെ ഇങ്ങനെ. ഒന്ന് നല്ല ധാർമ്മികതയിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബോധം നമുക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് സംഭവിക്കുന്ന തകരാറുകൾ, ആരോഗ്യ മേഖലയിൽ നമുക്ക് സംഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്പോർട്സിലും അതുപോലെ തന്നെ മറ്റ് കായിക കാര്യങ്ങളിലൊക്കെ നമുക്ക് വളർന്നു വരാൻ കഴിയാതെ പോകുന്നു. നമുക്കൊക്കെ നല്ല കവികളുണ്ടാകാത്തത്, നല്ല എഴുത്തുകാരുണ്ടാകാത്തത്, നല്ല സാംസ്കാരിക നായരുണ്ടാകാത്തത്, ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. നല്ല അധ്യാപകർ പോലും ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പത്രപ്രവർത്തകർ അതും നമുക്കില്ല. നല്ലതെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറിയിട്ടുണ്ടോ എന്നതുകൂടി ഈ അതിദരിദ്രരില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.